ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നീക്കുട്ടൻ രാവിലെ ഹാപ്പി ആയിട്ട് നിന്ന് ഫുൾ ഓൺ എനർജിയിൽ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് മോൾക്ക് കുറച്ച് നമ്മുടെ പണ്ട് ജീരക മുട്ടായി കിട്ടില്ല, അതുപോലെ എഗ്ഗിലൊരു മുട്ടായി കിട്ടും, അതിൻ്റെ എക്സസൈസ് കളിക്കാൻ കേട്ടോ. പിള്ളേകൾ കണ്ടാൽ ഇന്ന് വേലയില്ലെന്ന് പറഞ്ഞത്, പക്ഷെ നമുക്ക് നല്ല വേലയുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയെന്ന് അറിയണ്ടേ? നമ്മളിന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് ഫിഷ് വാങ്ങാൻ പോവാം. പക്ഷേ ഈ ബീച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കൊല്ലത്തുള്ളവരും ഈ ബീച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും ഞാനത് മറന്നുപോയി, ഇത് എവിടെയാണെന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? വലത് സൈഡിൽ നല്ല തിരമാലകളും അതിൻ്റെ സൗണ്ടും ബഹളവും ഒക്കെ, ഇടത് സൈഡിൽ നിറയെ നമ്മൾ ശരിക്കും കേരളം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന സംഭവങ്ങളില്ലേ, നല്ല തെങ്ങ്, ശാന്തമായിട്ട് കിടക്കുന്ന കായൽ, അങ്ങനെയൊക്കെയുള്ള വ്യൂ ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള, രാവിലെയൊക്കെ ഇതുവഴി ഇങ്ങനെ പോകാനും വണ്ടിയിൽ പോകാനൊക്കെ നല്ല രസമായിരിക്കും കുറച്ചുകൂടി. പിന്നെ നീക്കുട്ടനുണ്ട്. നീക്കുട്ടൻ എനിക്ക് തിര നോക്ക്, തിര കണ്ടോ? അവൾ ബീച്ചിലെ തിര എന്നാണ് പറയണത്. തിര നോക്ക്, തിര കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരണം. മോള് ഭയങ്കര എപ്പോഴും ഒരു കുറച്ചുകൂടെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്ത് എല്ലാവരെയും ഒന്ന് കെയർ ചെയ്ത് കൂടെ നിർത്തുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ് കേട്ടോ. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ഒന്നും ഫോമായി അങ്ങനെ വന്നില്ല, എങ്കിലും നിലവിലുള്ള ഈ കുട്ടിപ്രായത്തിലെ അവൾ ചെയ്യുന്ന രീതി വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ മീന് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ഫസ്റ്റാണ് ഇത് കാണുന്നത്, ഈ വള്ളത്തിലെ വല. ഈ വള്ളത്തിലെ ഒരു വള്ളത്തിൽ ഒരു സെറ്റ് വലയെ, ഒരു സെറ്റ് എന്ന് വെച്ചാൽ ഒരൊറ്റ വലയെ കൊണ്ടുപോകും. എന്നിട്ട് അവരതിൽ കിട്ടുന്ന മീൻ അവരിങ്ങനെ പോയി, മീൻ എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ, അവർ ഡെയിലിയുള്ള ഇതല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാവുമായിരിക്കും. ആ ഒരു ഏരിയയിൽ ഇങ്ങനെ വലയിട്ടിട്ട് അവർ ആ ഇതുമായിട്ട് തിരിച്ചു വരും. ഒരു വെള്ളത്തിൽ ഒരു വലയെ കാണുള്ളൂ കേട്ടോ. ഞാൻ അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചു. അപ്പം നമ്മൾ പോയതിൻ്റെ അന്ന് മീൻ ഇത്തിരി കുറവായിരുന്നു. ഇപ്പോൾ പൊതുവേ മീൻ കുറവാണല്ലോ, മഴയും ഒക്കെ ആയിട്ട്. അപ്പം മീൻ കുറവായിരുന്നു. മീൻ നമ്മൾ വാങ്ങി, ഞാൻ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് അവിടെ പോയി ഇതൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു കേട്ടോ. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ കൊഞ്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി നമ്മൾ കൂടുതൽ കൊഞ്ച് കറി വെക്കാനായിട്ടാണ് വാങ്ങിയത്. മറ്റേ മീൻ വലുതായിട്ട് നല്ല മീനുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഒരു ദിവസം ചേട്ടൻ വന്നപ്പോൾ നെത്തോലി, ഒരു നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു കവറിലിട്ട് തരില്ലേ, അതിലൊരു അരക്കവറോളം നെത്തോലി ഇട്ടിട്ടുണ്ടായിരുന്നു 100 രൂപയ്ക്ക്. ഭയങ്കര ലാഭമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇപ്പം കണ്ട ആ ഒരു ചേട്ടൻ്റെ നിന്നാണ് കൊഞ്ച് വാങ്ങിയത്. ഇവരൊക്കെ രാവിലെ ഒരു 3 മണി 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ കടലിൽ പോയി ഒരു 7 മണിയൊക്കെ ആകുമ്പം തിരിച്ചു വരുന്ന അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതിൽ പ്രത്യേകം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, അന്ന് മീൻ കിട്ടിയാലുണ്ട് നല്ല കച്ചവടം നടക്കും, ഇല്ലെങ്കിലില്ല എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ. ഞാൻ അവിടെയുള്ളൊരു ചേട്ടനോട് സംസാരിച്ചായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ കുറച്ച് അയ്യോ കഷ്ടം എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയിട്ടോ. ഇത് വെള്ളമെല്ലാം എടുക്കുന്ന വേറൊരു സൈഡാണ്. ഇത് ഒരു സൈസ് മറ്റേ കക്ക പോലത്തെ സംഭവം, അത് അങ്ങനെ അതിൽ ഒട്ടിയിരുന്നു. പിന്നെ ഇതൊക്കെ അതിൻ്റെ അത് പോയതിന് ശേഷമുള്ളതാണ് കേട്ടോ. പക്ഷെ ഇതിൽ ജീവനുള്ള നമ്മൾ ഈ ശംഖ് പോലെയില്ലേ, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ റെയറായിട്ട് കിട്ടുന്ന ഈ ശംഖ് ചിപ്പി പോലത്തെ സംഭവം, അതിൻ്റെ ഒരെണ്ണം ജീവനുള്ളത് ഇതിൻ്റെ ഇടയിൽ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു സ്ഥലം. ഇത് കാണാൻ ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഗ്യാപ്പ് നല്ല താഴ്ചയുണ്ട്. കാലിങ്ങനെ ഇടയ്ക്ക് പെട്ടാൽ അത് കുടുങ്ങിപ്പോവും. ഇത് ഒരെണ്ണം കിട്ടി. അതിൻ്റെ അകത്തിന് വേറൊരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ചേട്ടൻ പറയണുണ്ടായിരുന്നു വിരലിടണ്ട, ചിലപ്പോൾ ഞണ്ടുണ്ടാവും അകത്ത്. ഞണ്ട് അങ്ങനെ കടിച്ചാൽ പിന്നെ തീർന്നില്ലേ. അങ്ങനെ അതിന് ഒരു കുഞ്ഞു കുട്ടിയെ കിട്ടി, ഒരു വലുതിനെയും കിട്ടി കേട്ടോ. ഇത് ഞാൻ തിരിച്ചതിൽ അവിടെ തന്നെ സൂക്ഷിച്ച് അതുപോലെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഈ സംഭവമൊക്കെ, ഇതിൻ്റെ കീ ചെയിൻ, ഇതുപോലെയുള്ള കീ ചെയിനൊക്കെ കാശ് കൊടുത്ത് വാങ്ങും കേട്ടോ. ഞാൻ കാണിച്ചു നോക്കി, എനിക്ക് ഷെൽസ് ആണെന്ന് പറഞ്ഞു, പക്ഷെ അവർക്ക് കാര്യം അങ്ങനെ അത്രത്തോളം മനസ്സിലാവാറായിട്ടില്ലല്ലോ. ഈ പടവും കാർട്ടൂണും ഒക്കെ കണ്ടിട്ടുണ്ട്, കുറച്ചുകൂടെ വലുതാകുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവൾ ബീച്ചിൽ വന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള. ചേട്ടൻ പറഞ്ഞാൽ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്താൽ മതി, അത് തിരിച്ചിങ്ങനെ വീണ്ടും കയറി വന്നോളൂ എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ ഇട്ടത് കേട്ടോ. വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റൂഡായിട്ട് തോന്നി. പാവം മിണ്ടാതെ കല്ലിൽ പറ്റി പിടിച്ചിരുന്നതിനെ എടുത്തിട്ട് ഞാൻ തിരിച്ചാൽ ഹോളിലോട്ട് ഇട്ട പോലെ ആയിപ്പോൾ. അവർ തിരിച്ചിങ്ങനെ, നമ്മുടെ ഈ നാട്ടിലൊക്കെ നത്തയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, കുറച്ച് മഞ്ഞ കളറ്. ഇപ്പം അക്വേറിയത്തിലൊക്കെ വാങ്ങാൻ കിട്ടും. മറ്റേ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇടുന്ന ഇതുപോലത്തെ ഒരു സംഭവമില്ലേ, ഒച്ച പോലത്തെ ഒരു സംഭവം. ഇങ്ങനെ ടാങ്ക് മൊത്തം ഇങ്ങനെ 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 ആ ഗ്ലാസ്സിൽ പിടിച്ച് ഇങ്ങനെ നടക്കും. അതിൽ നോർമൽ ബ്ലാക്ക് കളറുണ്ട്, ഭയങ്കര ശല്യമാണ്. നമ്മൾ ഈ ആമ്പലൊക്കെ വളർത്തുന്നവരുടെ കയ്യിലുണ്ടാവും. അതിങ്ങനെ ഒരുപാട് പെറ്റുപെരുക്കി ടാങ്ക് ഫുള്ളാവും. ആ ഒരു നത്തക്കയുടെ പോലത്തെ സംഭവം ഇതിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി അവർക്ക് ഇങ്ങനെ ഈ കാല് പോലെ നീരാളിയിലെ പോലത്തെ സംഭവം ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ പിടിച്ച് ഇതുവഴിയൊക്കെ നടക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഇട്ടിട്ട് പിന്നെ നിഹയുടെ അടുത്ത് പോയി. നിഹക്കുട്ടൻ വെള്ളം കണ്ടു കഴിഞ്ഞാൽ
ഇനി ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ മൊമെന്റ് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഈ ബീച്ച് ചെയ്തത് എങ്ങനെ കരയിലോട്ട് കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ. അതൊക്കൊന്ന് മടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ നോക്കി നിന്നിട്ട് ഒരു രക്ഷയില്ല. ചേട്ടന് ലാസ്റ്റ് പെൺകുൻ കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന പോലെ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. പിന്നെ വിളിയായി, ബഹളമായി. സാധാരണ എന്തുണ്ടെങ്കിലും നമുക്ക് ഐസ്ക്രീമിൽ ഒതുക്കാവുന്ന കേസേ ഇതുവരെ വന്നിട്ടുള്ളൂ. മക്കളെ ഐസ്ക്രീം കുടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ പിന്നെ ആ കരച്ചിൽ നിൽക്കാറുള്ളതാണ്. പക്ഷെ ഇത് അതിലൊന്നും നിൽക്കണില്ല കേട്ടോ. ഒരു ബഹളമല്ല. പിന്നെ കുറച്ചുകൂടെ നേരം ഒന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, നമ്മൾ ഒരു 5 മിനിറ്റ്സും കൂടെ ഇവിടെ നിൽക്കും, അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഡീലൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു അനക്കുണ്ടായില്ല. ലാസ്റ്റ് തൂക്കിപ്പറക്കി എടുത്തുകൊണ്ട് വന്നു. ചേട്ടൻ ഇങ്ങനെ തട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. നല്ല സൗണ്ട് ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാ. നല്ല കരച്ചിലെന്ന് വെച്ചാൽ ഈ മീൻ വാങ്ങാൻ പോകുന്നവരൊക്കെ നിർത്തി ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന്. അത്ര രീതിയിൽ ഭയങ്കര നിലവിളിച്ചുള്ള കരച്ചിലാണ് കേട്ടോ. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ വണ്ടിയിലൂടെ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിന്നു. ചേട്ടനെ എടുത്തുകൊണ്ട് ഒരൊറ്റ വരവായിരുന്നു കേട്ടോ. ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിരുന്ന് കരയുന്ന പാവം. വലുതാകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി കേട്ടോ. നേരെ പോയപ്പോൾ ആ ഇടത് സൈഡിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വെള്ളം അവർ മാറി പിടിച്ചിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം സൈസുള്ള മത്തിയാണ്. ഒരെണ്ണം 10 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. 10 മത്തി 100 രൂപ. പിന്നെ ഒരു ഹോട്ടലിലെ ചേട്ടൻ, നമ്മൾ ചെന്നപ്പോഴത്തേക്കും തന്നെ ഒരു ഹോട്ടലിലെ ചേട്ടൻ ഇത് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടന് 7 രൂപ വെച്ച് കൊടുത്തു. ഇത് ഓൾറെഡി കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ആൾക്കാർ, ഇത് വാങ്ങിയ ആൾക്കാരാണ്. അവരിങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഈ ഇടുന്നതെന്ന് വെച്ചാൽ അവർ എണ്ണ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് ഫുള്ള് സെയിലായി. പിന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല. കൊഞ്ചാണ് വാങ്ങിയത്. അതിനുശേഷം നമ്മൾ മാമ്പഴം വാങ്ങാൻ ഇറങ്ങി കേട്ടോ. ഒരു കടയിൽ നല്ല ഫ്രഷായിട്ട് നാടൻ വാങ്ങിയിട്ട്, ചേട്ടനും മോളും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കണ്ടാലും നിർത്തി വാങ്ങി ചേട്ടാ. അവിടെ നിന്നൊരു കേക്ക് വാങ്ങി, നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഉമയനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരുപാട് റീൽസിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിലൊക്കെ. വൈകുന്നേരമൊക്കെ നല്ല ആളുണ്ടാവും. പക്ഷെ നല്ല രസമാണ് കേട്ടോ. എന്തെങ്കിലും നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ നമുക്കൊന്ന് പോയി ഈ റോഡ് വഴി ഒന്ന് പോയി ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാനൊരു വൈബ് ഉണ്ടാകും. വെറുതെ എല്ലാ ഏരിയയും ക്ലിക്കായത് നല്ല രസമുണ്ട് കേട്ടോ. കുറേ നേരം ഇങ്ങനെ ശാന്തമായിട്ട്, നമ്മൾ നോർമലി പച്ച കളർ കാണുമ്പോൾ നമ്മൾ കണ്ണൊക്കെ ഒന്ന് റിലാക്സ് ആവും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഫയറിംഗ് ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ പഠിക്കൂലേ, അപ്പോഴത്തേക്കും സാറുമാർ പറഞ്ഞുതരും ഇങ്ങനെ കുറച്ച് നേരം പച്ച ഇലയിൽ നോക്കി കണ്ണൊന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ഫോക്കസ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ എനിക്ക് കാര്യം അറിഞ്ഞൂടായിരുന്നു. ഇപ്പം കുറച്ച് അറിയാം. അതിനുശേഷം നമ്മൾ നേരെ പോയത് ആര്യാസിലോട്ടാണ്. ആര്യാസിൽ പോയപ്പോൾ വീണ്ടും അടുത്ത പരിപാടി എന്തായിരിക്കും പ്രശ്നം? ഐസ്ക്രീം. വേറൊന്നുമില്ല. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. പക്ഷെ അവൾക്ക് ഐസ്ക്രീം മതി എന്നും പറഞ്ഞ് ഇങ്ങനെ നിർബന്ധം പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ലാസ്റ്റ് അതും നമ്മൾ സമ്മതിച്ചില്ല. അങ്ങനെ ഒരുവിധം ഐസ്ക്രീം അല്ല, ഇഡ്ഡലി കാപ്പി കുടിക്കാൻ സമ്മതിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ചേട്ടനും മോളുമാണ് പിണക്കം മാറാനായിട്ട് അവരുടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. മോള് പെട്ടെന്ന് ഇത് മാറിക്കിട്ടും കേട്ടോ. പിണക്കമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇഡ്ഡലിയും ചേട്ടൻ ദോശയുമാണ് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. മോൾക്ക് ഇഡ്ഡലി ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്ന്. നല്ല ആര്യാസിൽ നമുക്ക് എന്താ ഒരു ഹൈജീനെ കുറിച്ചോ അങ്ങനെയൊന്നും ടെൻഷനില്ല. കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി ഇതാണ് കേട്ടോ. പിന്നെ ചേട്ടന് കോഫി പറഞ്ഞു, എനിക്ക് ചായയാണ് പറഞ്ഞത്. ചേട്ടനിപ്പോൾ കൂടുതലും കോഫിയാണ് കുടിക്കുന്നത്. എനിക്ക് കോഫി ഇഷ്ടമാണ് ചില സമയം, ഡിപ്പെൻസ് ഓൺ ദ മൂഡാണ്. കാരണം ചായയാണല്ലോ ഒരു വൈബ്. അതിനുശേഷം ലാസ്റ്റ് സക്സസ്ഫുള്ളി മോൾക്ക് ഐസ്ക്രീം കിട്ടി. കരഞ്ഞ് നിലവിളിച്ച് വാങ്ങി. അതിനുശേഷം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഷോപ്പിലൊന്ന് കയറി കേട്ടോ. ഇന്ന് ഞാൻ 2 ഡംബ് വെയറിൻ്റെതും പിന്നെ യെല്ലോ മൊസൈക്കിൻ്റെയും ഓരോ ഫിഷിനെ വാങ്ങി. ഇപ്പം ഞാൻ വാങ്ങുന്നത് അങ്ങനെയാണ് കേട്ടോ. ഫീമെയിൽ വെച്ചേ വാങ്ങുള്ളൂ, ഫുൾ ജോഡി വാങ്ങാറില്ല. അപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ ഓഫീസിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ കോപ്പിക്കാറ്റും ചേട്ടനും കൂടെ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് അതുപോലെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ അവളെ ഫോൺ വെച്ചിട്ട്. അങ്ങനെ ഇനി നമുക്ക് കൊഞ്ച് കറി വെക്കണം. പിന്നെ വൈകുന്നേരം മോളെ കൊണ്ട് ബീച്ചിൽ പോയി കുറേ നേരം കളിക്കാനായിട്ടിരിക്കണം. ഇതൊക്കെയാണ് പ്ലാൻ. പിന്നെ നമ്മുടെ ഫിഷ് കൊണ്ടുവന്നിട്ട് അവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വെള്ളത്തിലിട്ട് ആ വെള്ളവും നമ്മൾ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം പിന്നെ പുതിയ വെള്ളത്തിലോട്ട് ഇറക്കി വിടും. അപ്പം ബാക്കി എനിക്കങ്ങനെ വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം കേട്ടോ. ബൈ ബൈ.